ഇടുക്കി വണ്ണപ്പുറം പഞ്ചായത്തിലെ കമ്പകക്കാനം മുണ്ടൻമുടി മേഖലയിൽ ഡെങ്കിപ്പനി പടരുമ്പോഴും പഞ്ചായത്തും ആരോഗ്യവകുപ്പും നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. റോഡ് വക്കിൽ തള്ളുന്ന മാലിന്യങ്ങൾ അഴുകി ജലസ്രോതസ്സിലേക്ക് എത്തുന്നതാണ് രോഗം പടരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ മുണ്ടൻമുടി കമ്പകക്കാനം കള്ളിപ്പാറ മേഖലയിൽ അജ്ഞാതർ രാത്രികാലങ്ങളിൽ വൻതോതിൽ മാലിന്യങ്ങൾ നിക്ഷേപിച്ചു വരികയാണ്. കോതമംഗലം, എറണാകുളം, പെരുമ്പാവൂർ മേഖലയിൽ നിന്നും രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നിരുന്ന മാലിന്യങ്ങൾ വേനൽ മഴ പെയ്തതോടെ അഴുകി ജനവാസ മേഖലയിലേക്കും നാട്ടുകാരുടെ കുടിവെള്ള സ്രോതസ്സുകളിലേക്കും ഒഴുകിയെത്തുകയാണ്. പലയിടത്തും കുടിവെള്ളത്തിൽ മാലിന്യം കലർന്നതുമൂലം പ്രദേശത്ത് രോഗങ്ങളും പിടിപെട്ടു. നിരവധി പേർ ഇതിനോടകം പനിയും വയറിളക്കവും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ബാധിച്ച് വണ്ണപ്പുറം ആരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. ആരൊക്കെയാ മരിച്ചത്? എൻ്റെ അമ്മയും ഭാര്യയും. പനിയായിരുന്നു. എങ്ങനെ പനി, എന്നാ പനിയാണെന്ന് പറയുന്നത്? അതിനെപ്പറ്റി ഇവിടെ ആശുപത്രിയിൽ ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു വീട്ടിൽ തന്നെ അമ്മയും മരിച്ചു, ഭാര്യയും മരിച്ചു അല്ലേ? അത് തലദിവസം വിരോധം. ഇപ്പൊ ഈ പരിസരത്തെല്ലാം ഡെങ്കിപ്പനി വ്യാപിക്കുന്നുണ്ടോ? പ്രദേശത്ത് നിരവധി പേർക്ക് ഇതിനോടകം ഡെങ്കിപ്പനി ബാധിച്ചു. ഒരു കുടുംബത്തിലെ തന്നെ 2 പേർ തലേന്നും പിറ്റേന്നുമായി ഇതിനിടെ മരണമടഞ്ഞു. എന്നാൽ സ്ഥിതിഗതികൾ ഇത്തരം രൂക്ഷമായിട്ടും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. വീടിൻ്റെ മുറ്റത്ത് വരെ അവർ ഇട്ടിട്ട് പോകാൻ വിട്ടിട്ടു. രാത്രി വരുമ്പോഴും അതിൻ്റെ സൗകര്യത്തിന് നമ്മളിവിടെ ഇല്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലും അവർക്ക് പ്രശ്നമില്ല, അതില്ല. ആ നിലയിൽ കരോട്ടുനിന്ന് വരുന്ന വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്ത് കഴിയുമ്പോൾ ഇവിടെ അപ്പുറത്ത് താമസിക്കുന്ന ആൾക്കാർക്കൊന്നും അവിടെ വീടിൻ്റെ മുറ്റത്ത് പോലും ഈ പുള്ളിയുടെയൊക്കെ ആ ചേട്ടൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്തോട്ടാണ് ഒഴുകി ചെയ്യുന്നത്. വേസ്റ്റ് ഒഴുകി വരുന്നു. കുടിവെള്ളത്തിനും ഭീഷണി ആയിട്ടുണ്ട് അവിടെ. പിന്നെ ഇത് തടയാൻ നോക്കിയാൽ ഇവിടെ പഞ്ചായത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലാത്ത അവര് വളരെ നിഷ്ക്രിയമായിട്ടുള്ള ഒരു പ്രവർത്തനം അവർ നടത്തുന്നത്. പുറമേ നിന്നും മാലിന്യങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച് റോഡ് വക്കിൽ തള്ളുന്നവരെ കണ്ടെത്തുവാനോ ശാശ്വതമായ നടപടി സ്വീകരിക്കുവാനോ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവാത്തത് മൂലം നാട്ടുകാർ കടുത്ത ആശങ്കയിലാണ്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.